അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു, അതായത് ഈ കമ്മ്യൂണിസ്റ്റുകൾ എപ്പോഴും ഉറക്കെ പറയുന്ന രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് വർഗബോധം, രണ്ട് സ്വത്വരാഷ്ട്രീയം. നോക്കൂ, കേരളത്തിൽ CPM-ന്റെ സ്വത്വരാഷ്ട്രീയം കൈവിട്ടില്ലാതാകുന്നോ അത് വേണ്ടെന്ന് വെക്കുന്നോ അവർ ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ? എന്ത് സ്വത്വരാഷ്ട്രീയം? അവർക്കൊരു സ്വത്വരാഷ്ട്രീയമില്ല. അവരെ സംബന്ധിച്ച് അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന രാഷ്ട്രീയമല്ല. അത് ഏത് രാഷ്ട്രീയമാണ് ഇടതുപക്ഷത്തിനുള്ളത്? ഇടതുപക്ഷം പണ്ട് പറഞ്ഞിരുന്നത് ഏത് നിലപാടിലപ്പം നിന്നിട്ടുള്ളത്? ഇന്ന് അവർ കാണിക്കുന്ന നിലപാട് എന്താണ്? ഇന്നത്തെ കാര്യം നടക്കാൻ വേണ്ടിയുള്ള ഇന്നത്തെ രാഷ്ട്രീയം, നാളത്തെ കാര്യം നടക്കാൻ വേണ്ടി നാളത്തെ രാഷ്ട്രീയം. ഏറ്റവും കൂടുതൽ PR കച്ചവടത്തിന് വേണ്ടി നടത്തി കാശും ചെലവഴിച്ച് അതിനു വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ ഒരു ജാടത്തരം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഗിമ്മിക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കുന്ന സംവിധാനം മാത്രമാണ് ഇടതുപക്ഷം കൊണ്ടുപോകുന്നത്. അല്ലാതെ അവരുടെ രാഷ്ട്രീയ നിലപാടോ അവരുടെ രാഷ്ട്രീയ ശൈലിയോ അവരുടെ പ്രത്യയശാസ്ത്രങ്ങളോ ഒക്കെ ആദർശങ്ങൾ ഉന്നയിച്ചിട്ടാണ് കേരളത്തിൽ അവർ കൊണ്ടു നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കാൻ സാധിക്കുന്നത്? നോക്ക്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജമാഅത്തെയും ഈ SDPയെയും ഈ വെൽഫെയർ പാർട്ടിയെയും ഒക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായ ജാതീയത, കൃത്യമായ വർഗീയവാദം, കൃത്യമായിട്ടുള്ള ഈ നാടിനെതിരായി നിൽക്കുന്ന ശക്തികൾക്ക് വെള്ളവും വെളിച്ചവും കൊടുത്ത് വളർത്തിയതിലെ ഒന്നാമത്തെ വ്യക്തികൾ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനമാണ്. അത് അസ്കർജിക്കും എതിർക്കാൻ സാധിക്കില്ല. ഇവരുടെ വോട്ട് വാങ്ങരുത് എന്ന അഭിപ്രായമുള്ള ആളാണ് ബഹുമാനായിട്ട് ശ്രീ അസ്കർജി. പക്ഷേ ഇന്ന് ഇടതുപക്ഷം ആ വോട്ട് പണ്ട് വാങ്ങിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കുന്നു. ഇന്ന് കോൺഗ്രസ്സുകാർ എന്താണ് ചെയ്യുന്നത്? കോൺഗ്രസിന് ശ്രീകുമാർ സാർ പറഞ്ഞ എന്താണ്? കോൺഗ്രസ് മതവർഗീയവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയാനാവില്ല. മതേതരത്വ മുഖമാണ് കോൺഗ്രസിൻ്റെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അവകാശപ്പെട്ടിരുന്നതായിരുന്നു സാർ. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ സാർ, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട എന്താണ് സാർ? ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? അവർ മതരാഷ്ട്രവാദത്തിൽ നിന്ന് എതിർക്കുകയാണെന്നും അവരുടെ ബൈലോയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ വിരുദ്ധമായി പ്രവർത്തിക്കുമെന്ന് അവർ നിങ്ങൾക്ക് ഉടമ്പടി എഴുതി തന്നിട്ടുണ്ടോ സാർ? SDP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംവിധാനം, PFI എന്ന് പറയപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആ ശക്തിയുടെ സംഘടനയല്ലേ? ആ സംഘടനയുടെ വോട്ട് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത്, അവരോട് ചേർന്ന് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് സാർ ഈ നാടിൻ്റെ മതേതരത്വ മുഖം നിങ്ങൾക്ക് കാത്തുസൂക്ഷിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വാദിക്കാൻ സാധിക്കുക? രണ്ടാമത്തെ കാര്യം ചോദിച്ചോട്ടെ സാർ, അങ്ങ് പറഞ്ഞു ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഇവിടെ നിലനിൽപ്പില്ലാത്ത സാഹചര്യമാണ് പോകുന്നത്, അവർക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയമില്ല, ബംഗാളിൻ്റെ ഗതി വരും. സാർ ഞാൻ ചോദിച്ചോട്ടെ, ഇതേ ഇടതുപക്ഷത്തിനെ കൈകോർത്ത് പിടിച്ച നേതാവിൻ്റെ പേരെന്താണ് സാർ? രാഹുൽ ഗാന്ധി എന്നല്ലേ സാർ? ആ രാഹുൽ ആരാണ് സാർ? കോൺഗ്രസിൻ്റെ നേതാവല്ലേ? കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലേ സാർ? സാർ ഞാൻ ചോദിച്ചോ, പ്രതിപക്ഷ നേതാവല്ലേ സാർ? പ്രസിഡന്റ് അല്ല, പ്രതിപക്ഷ നേതാവല്ലേ? ഇതേ രാഹുൽ അല്ലേ സാർ ശിക്കാർപൂരിലും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാൻ വേണ്ടിയിട്ടും അരിവാളും ചുറ്റികയും നക്ഷത്രവും ചിഹ്നവുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള സഹായം കൊടുത്ത് നിങ്ങൾ അവരെ നിർത്തി ജയിപ്പിച്ച് അവർക്ക് വേണ്ട സഹായം കൊടുത്തത്? ഇവരെ നിങ്ങൾ ഇന്ത്യക്കകത്ത് കൂട്ടുനിർത്തിക്കൊണ്ട് ഒപ്പം നിർത്തി നിങ്ങൾ പോകുന്നത് എന്തിനാണ് സാർ? ഇതേപോലെ കൊണ്ടു നടക്കാൻ സാധിക്കാത്ത, ഇതേപോലെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത, ഇതേപോലെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന, ഇതേ വർഗീയവാദി ശക്തികളെ കൂട്ടിപ്പിടിച്ച് രാഷ്ട്രീയം നടപ്പിലാക്കുന്ന, യാതൊരുവിധ തരത്തിലും അടിസ്ഥാന വർഗ സമൂഹത്തിനോട് സ്നേഹമില്ലാത്ത ഈ ഇടതുപക്ഷത്തിനെ നിലനിർത്താൻ വേണ്ടി എന്തിനാണ് രാഹുൽ എന്ന് പറയപ്പെടുന്ന നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കൂട്ടുപിടിച്ച് പോകുന്നത് സാർ? നിങ്ങൾക്ക് കോൺഗ്രസിനും നിങ്ങളുടെ മുഖ്യമന്ത്രിക്കും മറ്റേ പ്രതിപക്ഷ നേതാവിനും നിങ്ങളുടെ മറ്റ് നേതാക്കന്മാർക്കും അദ്ദേഹത്തിനോട് പറഞ്ഞൂടെ ഇടതുപക്ഷവുമായിട്ടുള്ള കൂട്ടിയോജിപ്പ് വേണ്ട, അവർ ഈ നാടിനകത്ത് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാക്കുന്ന വിഭാഗമാണ്, അവർ ഈ നാടിനോട് കാണിക്കുന്നത് വളരെ മോശകരമായ പ്രവൃത്തിയാണ്, അവർ അടിസ്ഥാന വർഗ വിഭാഗത്തിനോട് ചെയ്ത നീതികേടാണ്, ഇത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ട് ഒരു MP-ക്കും രാഹുലിനോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബോധ്യമില്ലേ സാർ? പിന്നെ അങ്ങ് എന്താണ് പറയുന്നത്? കോൺഗ്രസ് പാർട്ടിയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുക. 10 വർഷക്കാലം നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും പറയും. ഇവിടെ ഇടതുപക്ഷം നടപ്പിലാക്കേണ്ട ജനദ്രോഹ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ കൂട്ടുനിന്നില്ലേ സാർ? ഞാൻ ചോദിച്ചോട്ടെ, ഇവിടുത്തെ സാധാരണ വിഭാഗമായി വരുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യമില്ലാതെ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയപ്പെടുന്ന തട്ടിപ്പ് രാഷ്ട്രീയം കൊണ്ടുവന്ന സമയത്ത് അതിനെ നിങ്ങൾ കൃത്യമായി ചെറുത്തുവെന്ന് ശ്രീകുമാർ സാർ ഒരിക്കലും പറയില്ല. ഈ മാധ്യമത്തിൻ്റെ മുമ്പിൽ അങ്ങ് ചിലപ്പോൾ അത് സംബന്ധിച്ചേക്കാം, പക്ഷേ പുറത്ത് പറയില്ല. കാരണം അങ്ങേക്കറിയാം ആ നേതൃത്വം കൃത്യമായി ഇടപെട്ടിട്ടില്ല എന്നുള്ളത്. ഇവർ നടത്തുന്ന എല്ലാ 10 വർഷത്തെ ജനദ്രോഹ നയങ്ങൾക്കും കൂട്ടുനിന്ന പാർട്ടിയുടെ പേരല്ലേ സാർ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത്? നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി വോട്ട് ചോദിച്ചോ? നിങ്ങൾ കാലാകാലമായിട്ട് കേരളത്തിൽ ഇത്രയാലും ഭരിച്ചിട്ടും എന്തുകൊണ്ടാണ് സാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വികസനം എത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പ്രസംഗിക്കേണ്ടി വരുന്നത്? അതിൻ്റെ അർത്ഥം നിങ്ങളൊരു കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന സമയത്ത് ആ വികസനത്തിൻ്റെ കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ എത്തി നോക്കാത്തത് കൊണ്ടല്ലേ കേരളം ഇന്ന് വളരെ പിന്നോക്കം നിൽക്കുന്നത്? കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരളം 1,
1, 2, 3 നിന്നിട്ട് കാര്യമില്ല സാർ. ലോകം കേരളത്തെ നോക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ തട്ടിപ്പ് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടായില്ല സാർ. കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഇടതുപക്ഷവും, 2 ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് വലതുപക്ഷവുമാണ്. ഇതേ വലതുപക്ഷം ഇതേ ഇടതുപക്ഷത്തിൻ്റെ കൂട്ടുപിടിച്ച് ഇന്ത്യ ഭരിച്ചില്ല സാർ. ആ ഇന്ത്യ ഭരിച്ച സമയത്ത് നിങ്ങളെ കേരളത്തെ അടിസ്ഥാന വർഗത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? 2004 മുതൽ 2014 വരെ ഈ കേരളത്തിനോട് UPA നിങ്ങളുടെ ഇടതുപക്ഷവും അടക്കം കൂട്ടുനിന്ന് നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോയി 1ാം UPAയും 2ാം UPAയും അടക്കം ഭരിക്കുന്ന സമയത്ത് കേരളത്തിന് കൊടുത്ത പദ്ധതി വിഹിതങ്ങൾ എത്രയാണ് സാർ? ഇന്ന് കേരളത്തിന് കേന്ദ്ര സർക്കാർ മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ കേന്ദ്ര സർക്കാർ കൊടുത്ത പദ്ധതി വിഹിതം എത്രയാണ് സാർ? എന്താണ് സാർ ആയുഷ്മാൻ ഭാരതിൻ്റെ നേതൃത്വത്തിൽ വയോവധൻ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് അത് നടപ്പിലാക്കണമെന്നുള്ള തീരുമാനമെടുക്കാൻ സാധിക്കാത്തത്? വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് കൃത്യമായി പഠന സൗകര്യം, സ്മാർട്ട് ക്ലാസ് അടക്കം, ഡിജിറ്റൽ സിസ്റ്റം അടക്കം, കൃത്യമായിട്ടുള്ള സൗകര്യങ്ങളടക്കം, പാഠ്യപദ്ധതിയുടെ കൃത്യമായിട്ടുള്ള ഡെവലപ്മെന്റ് അടക്കം പോകുന്ന 1,10,00,000 രൂപ സ്കൂളുകൾക്ക് കിട്ടുന്ന വലിയ പദ്ധതി വരുന്ന സമയത്ത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനാണ് സാർ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഇടതുപക്ഷം തകർക്കുമ്പോൾ നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നത്? ആ രാഷ്ട്രീയത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഞങ്ങൾ ഇത്രേ പറയുന്നുള്ളൂ, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ജനപക്ഷം എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ മറന്നു പോകുന്നിടത്താണ്. വർഗീയ പക്ഷത്തോട് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരേ നിലപാടാണ്. നിങ്ങൾ പാലൂട്ടി വളർത്തുന്ന ഈ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ ആഹ്വാനം ചെയ്തിട്ടുള്ള വലിയ വിഭാഗത്തിൻ്റെ പ്രതിനിധികളെയാണ് എന്നുള്ള ബോധം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകേണ്ടതാണ്. അത് ഉണ്ടാവാത്തിടത്തോളം വലിയ പ്രശ്നങ്ങളിലേക്കാണ് ഭാവി കേരളം പോവുക. ആദ്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വികസന രാഷ്ട്രീയത്തിനോടൊപ്പം തന്നെ നിങ്ങളുടെ കപട മതേതരത്വ മുഖത്തിന് ചുറന്നു കാണിക്കാനുള്ള പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഡെവലപ്മെന്റ് പൊളിറ്റിക്സിൽ കൃത്യമായി നിൽക്കും. ആ ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് ഒരു സംശയവുമില്ലാതെ കേരള ജനത അംഗീകരിക്കും. നിയമസഭയിൽ കോൺഗ്രസും വരില്ല, CPM വരില്ല. ഞങ്ങളുടെ വികസന രാഷ്ട്രീയത്തെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്.